Okay, let's go. ഹായ് എവരിവൺ, വെൽക്കം ടു ബാക്ക് ടു ബാലൻസ്. ബാക്ക് ടു ബാലൻസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടാട്ടോ ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആസ് എ ലേഡി ഐ ആം വെരി പ്രൗഡ്. കാരണം നമുക്ക് ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ നിങ്ങൾ കാണുന്നുണ്ടാവും കിട്ടിയിട്ടുള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് ഫ്രം ആൻഡമാൻ നിക്കോബാർ. അപ്പോ കാരണം ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുമ്പോൾ ആൻഡമാൻ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര പ്രൗഡ് ബിക്കോസ് ഓഫ് ഐ എം ഓൾസോ ഫ്രം ലക്ഷദ്വീപ് യുനോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് ഒരു വ്യക്തിനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞാല് ആക്ച്വലി ഇദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. ASA ആയിട്ടാണ്, അവിടുത്തെ റേഡിയോ ഓഫീസറാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് പോസ്റ്റ് നാറ്റൽ കെയറിനാട്ടോ. നമ്മുടെ നിങ്ങൾ എല്ലാവർക്കും അറിയാം, ബാക്ക് ടു ബാലൻസിൽ ആയുർവേദ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പോസ്റ്റ് നാറ്റൽ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പ്രസവാനന്തര ശുശ്രൂഷ എന്ന് വേണമെങ്കിൽ പറയാൻ മലയാളം അല്ലെ. അപ്പൊ എന്തായാലും ഇദ്ദേഹമായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്ലയന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തോടെ തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എന്താ പറയാ ക്ലിനിക്കില്. അവർക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ഓക്കെ ആയില്ല, അവർക്ക് അതർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ, അപ്പൊ അതിപ്പോ എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇദ്ദേഹത്തിന്റെ പേര് ഷാഹിൻ മാഡം എന്നാണ്. എന്തായാലും വെൽക്കം ടു ഡോക്ടർ ബാലൻസ്. അപ്പൊ അദ്ദേഹം ആക്ച്വലി അവിടുത്തെ മദർ ടങ് ഈസ് ഹിന്ദി അല്ലെ? എന്റെ മദർ ടങ് ചോദിച്ചാൽ മലയാളമാണ്, പക്ഷെ അവിടുത്തെ രീതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ അവിടെ നോർമൽ ഹിന്ദിയിലാണ് സംസാരിക്കാറ്. അപ്പൊ എന്റെ മലയാളം കേട്ട ചിലപ്പോ ആൾക്കാര് നമുക്ക് മനസ്സിലാവും. നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും നല്ല രീതിയിൽ സ്വീകരിക്കുന്ന ആൾക്കാരാ. ഞാനും ആദ്യമൊക്കെ എന്റെ മലയാളം അങ്ങനെയായിരുന്നു, കാരണം ഞാനും മലയാളിയല്ല. ഇവര് ആക്ച്വലി ഇപ്പൊ ഉള്ളത് ആൻഡമാനിലാണ്. ഇവര് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഫ്രം ദർ. ഇവരുടെ കുറെ എന്താ പറയാ ഗ്രാൻഡ് പാരന്റ്സ് അവരൊക്കെ കേരളമായിട്ട് ബന്ധമുണ്ട് അല്ലെ, മലപ്പുറം അല്ലെ, മലപ്പുറം. അപ്പൊ അതുകൊണ്ട് അവർക്ക് കുറച്ച് മലയാളി. അപ്പൊ ആ കുറച്ച് നിങ്ങൾ സഹിക്കണം കേട്ടോ. അല്ല, ഇപ്പൊ ശരിക്കും പറഞ്ഞ എന്റെ ഇൻഡോസ് ഫുൾ മലയാളം കേട്ടോ. ഞാൻ അവിടെ പോയിട്ടാണ് ഹിന്ദി തുടങ്ങിയത്. എന്റെ അമ്മായിയമ്മ അവർക്ക് ഹിന്ദി അറിയില്ല, എന്റെ അമ്മായിപ്പൻ അവർക്കും ഒക്കെ ഹിന്ദി അറിയില്ല. അപ്പൊ അധികം അവിടെ മലയാളത്തിലാണ്. ഇപ്പൊ അവിടുത്തെ എന്റെ ഹസ്ബൻഡ്സ് ഒക്കെ സംസാരിക്കുന്നത് പരസ്പരം ഒക്കെ മലയാളത്തിലാണ്. ഞാൻ പോയിട്ടാണ് അവർ നാശാക്കി. ഞാൻ അവിടെ പോയിട്ട് ഞാൻ എന്താ പറയാ ഈ മറ്റേ രാഷ്ട്രീയ ഭാഷ കൊണ്ടുപോകാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഹിന്ദി അറിയില്ല കേട്ടോ. കാരണം ഞാൻ ഹിന്ദി എനിക്ക് അത്ര അറിയില്ല. കേട്ടാ മനസ്സിലാവും അത്യാവശ്യം. അങ്ങോട്ട് പറയും മറ്റേ നമ്മളെ ഈ സിനിമയിൽ പറയണവരെ തൂ വരുമ്പോ ഹോ ചേർക്ക, ആ പോരുമ്പോ ചേർത്തോടണം, അത്രോടെ കുറച്ച് ഹിന്ദി മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പൊ എന്തായാലും താങ്കളുടെ ട്രീറ്റ്മെന്റ് നാളത്തോടു കൂടി നമുക്ക് കഴിയാണ്. അപ്പൊ നമ്മുടെ കൂടെ 15 ദിവസത്തോളായി ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ എന്താണ് ഒരു അനുഭവം? കാരണം നമുക്കറിയാം, നമുക്ക് കുറച്ച് ആയുർവേദം എന്ന് പറയുമ്പോൾ കുറെ കൂടി പ്രൈവസി വേണ്ട ഒരു ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ വിഷ്വലൈസേഷൻ ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. കുറച്ച് ഹെയർക്ക് കുറച്ചൊക്കെ വേണമെങ്കിൽ കാണിക്കാന്നല്ലാണ്ട് അല്ലാത്തൊന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല, അതൊന്നും അലോഡല്ല. അപ്പൊ എന്താണ് താങ്കൾക്ക് ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്നപ്പോൾ ഉണ്ടായ അനുഭവം, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് പറയാമോ? ലോങ് സ്റ്റോറി ചുരുക്കി പറയാം, ബ്രീഫ്ലി പറയാം. ശരിക്കും പറഞ്ഞാ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു വലിയ നന്ദി മാമിനോട് പറയാൻ കേൾക്കാം. ശരിക്കും പറഞ്ഞ ആരും പറയൂ നിങ്ങൾ ഡോക്ടറാണ് ഇത്. അല്ലല്ല, ഞാനങ്ങനെ എന്താ പറയാ അതായിട്ട് പറഞ്ഞിട്ടില്ല. ശരിക്കും മാം ഡോക്ടർ പറഞ്ഞ വലിയൊരു ഭയങ്കര ഹെഡ് വെയിറ്റ് അല്ലേ നിങ്ങൾക്ക്? തീരല്ല. അതാണ് എനിക്ക് അത്ഭുതം പെട്ടത് ഇവിടെ വന്നിട്ട് നിങ്ങളോട് സംസാരിച്ചത്. പക്ഷെ ഇത്ര ഡൗൺ ടു എർത്ത് ലേഡി ഇവിടെ എന്ത് വലിയൊരു സംഭവം കേട്ടോ. അത് എല്ലാവർക്കും വരൂല. ഡൗൺ ടു എർത്ത് അതൊന്ന് ഒരു നമുക്കിതൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ ഹ്യൂമൻ ബീങ്സും നമുക്കിപ്പോ ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ, ഈവൻ മേ ബി ദ പ്രൊഫഷണൽ ഓർ എക്കണോമിക്കലി മീൻസ് ഫിനാൻഷ്യലി ഹൈ ആയിരിക്കാൻ നമ്മളിപ്പോ പറയല്ലോ അവർ ഭയങ്കര VIP ആണ്. കാരണം VIP മീൻസ് അവർ ഫിനാൻഷ്യലി ഭയങ്കര ഹൈ ആണ്. പ്രൊഫഷണലി ദേ ആർ വെരി ദ പീക്ക് ലെവൽ ഓൺ ഹൈ, മറ്റേ റാങ്ക് ബേസ്ഡ് ഹൈയിലുള്ള ആൾക്കാരാ പറയും. അപ്പൊ അതൊക്കെ ഇദ്ദേഹവും ഭയങ്കര ഹൈ റാങ്കിലുള്ള ഓഫീസറാണ്. പക്ഷെ എന്നാൽ പോലും നമ്മള് ഇപ്പൊ ഞാൻ അതിനെപ്പോഴും എക്സാമ്പിളോ, ഇപ്പൊ
മോഹൻലാല് നമ്മുടെ സിനിമ ആക്ടർ മോഹൻലാലൊക്കെ കണ്ട അവർ ഭയങ്കര ഡൗൺ ടു എർത്താണ്. കാരണം അവർക്കൊക്കെ എങ്ങനെ വേണമെങ്കിലും അഹങ്കരിക്കാം. ഈവൻ മമ്മൂട്ടി മോഹൻലാലൊക്കെ. കാരണം നമ്മള് എത്ര ഹൈ പ്രൊഫൈലില് നമ്മൾ ഹൈ പോയോ അത്രയും നമ്മള് എപ്പോഴും ഡൗൺ ടു എർത്ത് ആവണം. ദാറ്റ് ബിക്കോസ് ഓഫ് ഓൺലി ദ ഗ്രാറ്റിറ്റ്യൂഡ്. കാരണം എപ്പോഴും പലപ്പോഴും ഈ അഹങ്കാര ഭാവം, ഓ എനിക്ക് അതുണ്ട്, നിങ്ങൾ ആരാത് ചോദിക്കാൻ, ഞാൻ ഇത്രയും ഹൈ ലെവലിലുള്ള ആളാണ്, നിങ്ങൾ അത് ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡൗൺ ടു എർത്ത് ആവും. പലപ്പോഴും പലരും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നില്ല. കാരണം നമുക്ക് ദൈവം തമ്പുരാൻ തന്ന കുറെ നന്മകൾ ഉണ്ടാവും. 2 കൈ തന്നു, കാല് തന്നു, ഇതൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പൊ അതിനോടൊക്കെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന ആള് വെറും ഒരു ജസ്റ്റ് പുഴു അല്ലേ. നമ്മുടെ ഇത്രയും വലിയൊരു പ്രപഞ്ചത്തില് ചെറിയൊരു അണുമ, ഇപ്പൊ നമ്മൾ ഉറുമ്പ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനം മാത്രമേ ഉള്ളൂ. നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. ജസ്റ്റ് നടന്നുകൊണ്ട് പോകുമ്പോ കൊഴഞ്ഞു വീണ് മരിച്ചു പോകും. ഇനി മരിച്ചു കഴിഞ്ഞ് ഇതെല്ലാം കഴിയുമ്പം ഇപ്പൊ ചിലപ്പോ ചില ആൾക്കാർ അറിയാം മണ്ണിന്റെ അടിയിലാണ് മരിച്ചു കഴിഞ്ഞ ആൾക്കാരെ കുഴിച്ചു മൂടുന്നത്. പിന്നെ ചിലർ കെത്തിച്ച് കളയും. പല രീതിയിലുണ്ട്. കെത്തിച്ച് കളയുമ്പോ വെറും ഒരു ചാരം അല്ലേ, വെറും ഒരു ചാരമായിട്ട് വരുന്ന. മരിച്ചു കഴിയുമ്പോ വേറും ഒരു എല്ല് കുഴിച്ചു മൂടുമ്പോ ലാസ്റ്റ് കുറെ നാൾ കഴിഞ്ഞ് എടുത്തു നോക്കി കഴിഞ്ഞാൽ വേറും ഒരു സ്കെൽറ്റ് ഉള്ളൂ. ഇതെന്താ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് വേണം. ബിക്കോസ് ഡോക്ടേഴ്സും അവിടെയുണ്ട് ഇങ്ങനെ കമ്പാരിസൺ ചെയ്യുന്നില്ല. പക്ഷെ ശരിക്കും പറഞ്ഞ ഞാൻ ഇങ്ങനത്തെ ഒരു ഇത്ര ഡൗൺ ടു ഇത്ര നല്ലൊരു സംസാരിക്കുന്ന രീതി, നിങ്ങളുടെ ഒരു വാക്ക് ഞങ്ങളോട് എത്തിക്കാൻ നിങ്ങളുടെ പ്രയാസം ഞാൻ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിക്കില്ല. ഞാൻ എന്റെ ബ്രദറിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ഇത്ര നല്ല ആക്ച്വലി അതൊക്കെ സ്റ്റോറീസ് ഉണ്ട്. എനിക്ക് ഇങ്ങനെയാണ് ഈ ബാക്ക് ടു ബാലൻസിനെ പറ്റി ഞാൻ അറിഞ്ഞത്. ഇത് വലിയ സ്റ്റോറിയാണ്. ഇപ്പോ അപ്പൊ അങ്ങനെ തുടങ്ങാം അല്ലെ, പറയാം അല്ലെ. കാരണം ഈ ബാക്ക് ടു ബാലൻസിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് അറിയണ്ടേ. കാരണം ആൻഡമാനില് എനിക്ക് കുറച്ച് എന്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ടീച്ചറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആൻഡമാൻ ആയിട്ടുള്ള അവിടുത്തെ സിറ്റിസണിലുള്ള ആരും എനിക്ക് അത്ര പരിചയം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു റിലേറ്റീവ് ആണ് മാം. നിങ്ങളും അങ്ങനെ വൈബ് ഞങ്ങളുടെ ആർക്കും ഒന്നും ചെയ്യാൻ ശരിയാണ്. അപ്പോ ഇത് ഞാൻ എനിക്ക് ദേവരം എന്താ ബാക്ക് ടു ബാലൻസ് പറ്റി അറിഞ്ഞതിന്റെ ബ്രദർ ത്രൂ ആണ്. എന്റെ ബ്രദർ ഇവിടെ വർക്ക് കൊച്ചിയിൽ ഒരു വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്തിരിക്കുകയാണ്. അത് കേൾക്കുന്നവർക്ക് ഒരു അഡ്വർടൈസ്മെന്റ് ആവട്ടെ. യുവർ ബ്രദർ ഈസ് എന്താ പറയുക ഹ്യൂജ് മാർക്കറ്റിംഗ് ഏജൻസി നടത്തുന്ന ഒരു ആരോ ലോജിക്സിന്റെ ഒരു ഡയറക്ടറാണ് കേട്ടോ. അപ്പോ ആൾക്കാർക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ വരട്ടത്. ഒരു മാർക്കറ്റിംഗ് കൂടി ഓന്റെ കാരണമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ എത്തുന്നത്. ശരിക്കും പറഞ്ഞു കേട്ടോ. പിന്നെ അൺഎക്സ്പെക്ടഡ്ലി ഇത് ഇങ്ങനെ എന്റെ കൂടെ സംഭവിക്കുന്നത് വലിയൊരു എന്താ പറയാ, ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു അവസരമാണ് എനിക്കിത് മുതലാകാൻ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഞാനും സൈഡായിട്ട് മുതലാക്കിയിട്ടുണ്ട്. ഇതിപ്പോ ഒരു എന്താ പറയാ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം വരുന്നത് വലിയൊരു സംഭവമാണ് മാം. പിന്നെ ഞങ്ങളൊരു ഐലൻഡേഴ്സ്, ഞങ്ങളൊരു ചെറിയ പിന്നെ അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ 2ാമത്തെ ഡെലിവറി ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. 1st ജനുവരി കഴിഞ്ഞിട്ട് എനിക്കൊരു ചെറിയൊരു തരാറ് പറ്റിപ്പോയി. ഒരു കോക്സിഡൈനിയ ഒരു പ്രോബ്ലം, അതിന്റെ ടേൽ ബോണിന് നീര് കിട്ടൽ പറഞ്ഞു. അതായിരുന്നു ഇൻഫ്ലമേഷൻ. അത് റീസൺ പലതുണ്ട്. ഇപ്പൊ അത് പറയാൻ പോണില്ല. ചുരുക്കി പറഞ്ഞ സംഭവിച്ചു, ഒന്നും ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ട് 1-2-3 തവണ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. കുറെ ചികിത്സ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇൻവെയിൻ ഒന്നും ശരിക്കും 2 പ്രാവശ്യം ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 6 മാസം സുഖമാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും തന്നു. നമുക്ക് ഫ്രസ്ട്രേറ്റ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് 2ാമത് കൺസീവ് ആയത്. 2ാമത്തത് കൺസീവ് ആയി കഴിഞ്ഞിട്ട് ഞാൻ ഈ പോസ്റ്റ് നാറ്റൽ കെയറിന്റെ കേൾക്കുന്നത്. ആക്ച്വലി ഇപ്പോ ലൈഫ് ഫുൾ ഓഫ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലുള്ള ജീവിതം. അപ്പൊക്കെ നോണ്ടിയിരിക്കുമ്പോഴാണ് ഇത് കാണുന്നത്. ഇതാണ് കാണുന്നത്. അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നിട്ടോ. എന്താണ് ഇത് ഇങ്ങനെയും ഉണ്ടാവും ഒരു എന്താ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ഈ ഡെലിവറി ചെയ്യുമ്പോ പണ്ടൊക്കെ അമ്മൂമ്മമാര് അങ്ങനെയൊക്കെ ഉള്ള ചില ട്രഡീഷണൽ ആയിട്ടുള്ള അമ്മൂമ്മമാര് വന്ന് നമ്മളെ
കുളിപ്പിക്കുക, കുട്ടീനെ കുളിപ്പിക്കുക, ടേക്ക് കെയർ ചെയ്യുക. പക്ഷെ ഇതൊരു പ്രൊഫഷണൽ വേ കാര്യങ്ങളും അതിന്റെ പഠിച്ച തെറാപ്പിസ്റ്റുമാരെ ഇല്ല മാം, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ഇതുണ്ട് കേട്ടോ. ഈ കേരളൈറ്റ്സ് ആൾക്കാരുടെ ബുദ്ധി ഇല്ല, ഭയങ്കര ബുദ്ധി കേട്ടോ. ഇതല്ലേ വേറെ ഇപ്പൊ ഇത് വേറെ സ്റ്റേറ്റിൽ ചിലപ്പോ നടക്കുന്നുണ്ടാവൂല. ഇവിടെയാണ് നിങ്ങളുടെ എല്ലാ ഏതായാലും കേരളക്കാരിലോട്ട് വിട്ടോ പോസ്റ്റ് നാട്ടിലൊക്കെ നല്ല പിന്നെ അവിടെ ഇല്ല. അവിടെ എന്തായാലും 4 മാസം മുന്നേ തന്നെ ഒരു പെണ്ണ് ഒരു തള്ള ആരെങ്കിലും വയസ്സായ തള്ള അവിടെ ചെയ്യുന്ന ഒരു തള്ള ലെഗസി ലേഡി ഒരു ലെഗസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓൾഡ് ഏജ് ഒരു ഉണ്ടാവും, ഒരു ഉമ്മ ഉണ്ടാവും. അവർക്ക് നിങ്ങൾ 4 മാസം 5 മാസം മുന്നേ തന്നെ ബുക്ക് ചെയ്യണം. അങ്ങനെയാണ്. പിന്നെ അവർ വരും, ഡെലിവറി കഴിഞ്ഞിട്ട് അവർ വരും. ഞങ്ങൾക്ക് ഈ മാലിഷും കാര്യങ്ങളും ചെയ്യും, മസാജ് കാര്യങ്ങളും ചെയ്യും, കുട്ടീനെ നോക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ഈ ലോണ്ടറി കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് അവർ പോകും. ഒരു ചുരുക്കി 3 മണിക്കൂർ അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അതിന് പിന്നെ നോക്കുന്നത് ഇത് നമ്മളുടെ അമ്മമാരാണ്. അവരുണ്ടാക്കി തരും, അതൊക്കെ ചെയ്യുന്നത്. ഞാനിത് ഫസ്റ്റ് ഡെലിവറിയിൽ അനുഭവിച്ചതാണ്. കഴിഞ്ഞിട്ട് പിന്നെ നോർമൽ ലൈഫ് ഞാൻ പോയപ്പോ എനിക്ക് വേദന തുടങ്ങി. അപ്പൊ ഒരു 8-9 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് വേദന തുടങ്ങിയത്. പിന്നെ ഞാൻ നാട്ടിലേക്ക് വന്നു, കുറെ ചികിത്സ ചെയ്തു, ഒന്നും ശരിയായിട്ടില്ല. രണ്ടാമത്തെ പ്രസവത്തിൽ ഞാനിത് പറഞ്ഞ പോലെ ഇൻസ്റ്റയിൽ ഇങ്ങനെ നോണ്ടി ഇരിക്കുമ്പോ അങ്ങനെയാണ് കാണുന്നത് ഈ പോസ്റ്റ് നാട്ടൽ കെയർ. പിന്നെ എനിക്ക് തുടങ്ങിയത് അതിന്റെ ക്യൂരിയോസിറ്റി എന്താണ് ഈ കൊറേയൊക്കെ നോക്കി. ഇപ്പൊ കൊറേയൊക്കെ നമുക്ക് തന്നെ പറയണ്ട. ഞങ്ങളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങൾ വിചാരിക്കുന്നതൊക്കെ സെല്ലിൽ വരും. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടേ ഉള്ളൂ. പിന്നെ തുടങ്ങിയല്ലോ മതോത്സവം. എപ്പോ നോക്കുമ്പോ കോസൊക്കെ ഈ ഹബ്ബിട്ട് കുറേ അത് കണ്ടിപ്പോ ഏതായാലും പണിയൊന്നുമില്ലല്ലോ, ഗൈബടിയായിട്ട് എന്തായാലും പണി എല്ലാം നോക്കുന്നത്. പിന്നെ എന്റെ ഹസ്ബൻഡ് വന്ന് ഭയങ്കര സപ്പോർട്ടീവ് ആയ കാരണം ഹസ്ബൻഡാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഞാൻ വേറെ ഇരുന്ന് ഇത് നോക്കും. പിന്നെ മമ്മിയോട് പറയും, പിന്നെ ഞങ്ങൾ സംസാരിക്കും, നേരെ കോൾ ചെയ്തിട്ട് സംസാരിക്കും എന്താണ് ഇവിടെയാണ്. അപ്പൊ അവരുടെ പാക്കേജ് പറയും. മമ്മിനോടാണ് നോർമലി എല്ലാരും സംസാരിക്കുന്നത്. എന്നോട് ഞാനും മമ്മീനോട് ഇത്ര ഒരു ഡിഗ്നിറ്റിയിൽ നിൽക്കുന്ന ആളുടെ ഒരു പി ആണോ ഇനി വല്ല? അയ്യോ അങ്ങനല്ല. അതെന്തറിയോ, എനിക്കല്ലേ മലയാളം എന്റെ അങ്ങനെ എനിക്കങ്ങനെ തോന്നിയൊക്കെ എന്റെ മമ്മി നല്ല പോലെ മനസ്സിലാക്കും. അപ്പൊ ഞാൻ വിചാരിക്കും മമ്മി നല്ലപോലെ സംസാരിക്കോ, ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. അപ്പോ അങ്ങനെ ആയിട്ട് മമ്മിയാണ് എല്ലാവരോടും സംസാരിച്ച് ഞാൻ ഇങ്ങനെ ടിക്ക് ചെയ്തിരിക്കും, ഇവിടെ പോണം അവിടെ പോണം. ഇപ്പോ പിന്നെ എനിക്ക് വേണ്ടത് പോസ്റ്റ് നാറ്റൽ കെയറിന്റെ കൂടെ എന്റെ ഈ പറഞ്ഞ കോക്സിക് പെയിൻ ആ പ്രോബ്ലം അവിടെ കീൻ ഒബ്സർവ് ആയിട്ട് ഇതിനും നല്ല ട്രീറ്റ്മെന്റ് വേണം. അലോപ്പത്തി ആയുർവേദിക് ഒന്നും ചെയ്യാൻ പറ്റൂല, ബിക്കോസ് ആയുർവേദിക്കും പോകണം, പിന്നെ അലോപ്പത്തി. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോ ഈ പോസ്റ്റ് നാറ്റൽ കെയറിന്റെ ഈ ആൾക്കാരോട് ചോദിച്ചു നോക്കി അവര് നോർമൽ ആയിട്ട് വേറെ ആയിട്ട് ഈ ചികിത്സ ചെയ്യുന്നു. അതുകൊണ്ട് പിന്നെ വേറെ കേസെല്ലാം ചോദിച്ചു. അപ്പൊ അവർ ചോദിച്ചപ്പോ ഞങ്ങൾ ചെയ്യാലോ, അങ്ങനെ ഒന്നുമില്ല, കുറച്ച് ഞങ്ങൾ കസ്റ്റമൈസ് കിഴി വെച്ചാൽ മതിയോ, കുറച്ച് മസാജ് ചെയ്താൽ മതി, ശരിയായിക്കോളൂ, നിങ്ങൾ ഇവിടെ വരൂ. അങ്ങനെ കുറെ ഞങ്ങൾക്ക് വിളിച്ചിട്ടുണ്ട്. പണ്ട് തന്നെ ബുക്ക് റൂം ബുക്ക് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞാൽ മതി, എപ്പോഴാണ് വരുന്നത്. അങ്ങനത്തെ ആ ഒരു സാഹചര്യത്തിൽ ആ സിറ്റുവേഷനിൽ എന്റെ ബ്രദറിനോട് ഞാൻ സംസാരിച്ചു. അപ്പോ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ നിന്നോട് പറഞ്ഞു, എടി ഞാൻ നിന്നോട് കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞോളൂ. അപ്പൊ ആ നേരം നിങ്ങളുടെ പോസ്റ്റ് നാറ്റൽ കെയറിന്റെ കാര്യം ജസ്റ്റ് തുടങ്ങിയത്, ബ്രോഷറൊക്കെ വന്നത് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയിരുന്നു. ചെയ്ത് അക്യുപഞ്ചറാണ് നിങ്ങളുടെ കീ, മെയിൻ അതായിരുന്നു. അപ്പോ ഇവർ എന്നോട് പറഞ്ഞു, ഇവർ ആക്ച്വലി പിന്നൊരു കാര്യം, നിങ്ങളുടെ കൂടെ ബൈൻഡപ്പ് ആയിക്കാന്ന് എനിക്കറിയാം, നേരത്തെ തന്നെ അറിയാം. അവൻ കുറെ വീഡിയോസ് ഒക്കെ അയച്ചു തരും, ഇതാണ് ഈ മാഡമിന്റെ കൂടെ എന്റെ കൊലാബ് ചെയ്യുന്ന ഇതാണ്. അപ്പൊ ഞാൻ കുറെ നിങ്ങളുടെ ഈ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ കൺസെപ്റ്റ് വേറെ ആയിരുന്നു. ഞാനൊരു ആ അക്യുപഞ്ചർ എനിക്ക് ചെയ്യണം, പോസ്റ്റ് നാറ്റൽ കെയർ ഇവിടെ പോയിട്ട് അങ്ങനത്തെ കൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ ഗർഭിണിയായിരുന്നു. അപ്പൊ പ്രഗ്നന്റ് ആയിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെ സംസാരം നിന്റെ ഡെലിവറി ശേഷമല്ലായത്. പിന്നെ ഒന്നോട് ഞാൻ പറഞ്ഞു, ഞാൻ തീർത്ഥത്തിന് വരാൻ പോവാടാ, എനിക്ക് അതിനൊക്കെ ഒരു കോഴ്സ്, എനിക്ക് നല്ലൊരു ക്വാളിറ്റി ടൈം വേണം, എനിക്ക് എന്റെ മീ ടൈം വേണം. അപ്പോ പറഞ്ഞു, ഞാൻ നിന്നോട് കാര്യം പറയട്ടെ, ഇത് വേണമെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ ഞാൻ പറയാണ് അതുകൊണ്ട് എടുക്കണ്ട, അങ്ങനെയല്ല, നീ തന്നെ നോക്ക്. അപ്പൊ എനിക്ക് നിങ്ങളുടെ ഈ പ്രോഷനും അയച്ചു തന്നു, ബാക്ക് ടു പാരീസിനെ പറ്റി പറയും ചെയ്യും. അക്യുപഞ്ചറാണ്, പക്ഷെ അവിടെ പോസ്റ്റ് നാറ്റൽ കെയറും തുടങ്ങാം. അപ്പൊ എന്ന് വിചാരിച്ചോ, ഇവിടെ ജസ്റ്റ് പോസ്റ്റ് നാറ്റൽ കെയർ ചെയ്യാം, അക്യുപഞ്ചർ ചെയ്യൂല, ജസ്റ്റ് പോസ്റ്റ് നാറ്റൽ കെയർ.
പിന്നെ മമ്മിയാണ് അദ്ദേഹത്തിന് നേരെ വിളിച്ചത്. പിന്നെ നിങ്ങൾ ഫസ്റ്റ് തിങ് എനിക്ക് എന്താ ഇഷ്ടമായത് അറിയോ മാഡം, നിങ്ങളുടെ വ്യക്തി നിങ്ങൾ നേരെ എന്റെ മമ്മിയോട് പറഞ്ഞു എനിക്ക് പേഷ്യന്റിനോട് സംസാരിക്കണം. ഇതുവരെ ഞങ്ങൾ എത്ര ഈ പോസ്റ്റ് നാറ്റൽ കെയറിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ആരും ഒരിക്കലും നിങ്ങളുടെ പേഷ്യന്റിനോട് സംസാരിക്കും എനിക്ക് അദ്ദേഹത്തിന്റെ പ്രോബ്ലം എന്താണ് നിങ്ങൾ ഒന്ന് കേൾക്കട്ടെ, അങ്ങനെയല്ല. മമ്മി പറയും അങ്ങനെയാണ്, ആ ശരി നമ്മൾ ശരിയാക്കാലോ, ഇങ്ങോട്ട് കയറി ശരിയാക്കാം. പക്ഷെ നമ്മള് ഒരു നിങ്ങളുടെ മദറിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. പേഷ്യന്റിന് മദറിന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവുണ്ടോ എന്ന് വെച്ചാൽ ഹൗ മച്ച് ദ ഇന്റൻസിറ്റി എന്നൊക്കെ ഉള്ളത്. പക്ഷെ അനുഭവിക്കുന്ന നമുക്ക് എത്ര ഇന്റൻസിറ്റി പെയിൻ ഉണ്ട്, എവിടെയാ പെയിൻ കറക്റ്റ് എന്താണെന്ന് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഓക്കെ. ഞാൻ വിചാരിച്ചു എന്തിനാ മദർ സംസാരിക്കുന്നത്, നമ്മൾ ഓക്കെ ഫോൺ പേഷ്യന്റ് ഫോൺ നിങ്ങൾ പറഞ്ഞ പേഷ്യന്റിനോട് മമ്മി വന്നിട്ട് എന്നോട് പറഞ്ഞു. ആക്ച്വലി മമ്മി വിളിച്ചത് എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ റൂമിൽ വേറൊരു കാര്യത്തിലായിരുന്നു. അപ്പൊ മമ്മി വന്നിട്ട് വന്നിട്ട് ഡോക്ടർക്ക് നിന്നോട് സംസാരിക്കും. ഡോക്ടർ വിശാഖ് പറഞ്ഞില്ലേ ബന്നില്ലേ, അപ്പൊ വന്നിട്ട് അത് ഉണ്ടായിരുന്നു പക്ഷേ സംസാരിക്കാലോ. ഞാൻ എങ്ങനെ മുഖം ഇങ്ങനെ ഞാൻ എന്തൊക്കെ പറയും, എന്തിനാണ് ഇപ്പൊ അപ്പൊ പിന്നെ ആക്ച്വലി എന്തിനാണ് അറിയോ, അതുവരെ ഞാൻ ഒരു പേഴ്സണൽ കെയർ ഓപ്റ്റ് ചെയ്തിട്ട് കൺഫേം ആക്കി വെച്ചിയോ. അതുകൊണ്ട് ഞാൻ ഫസ്റ്റിലും നിന്റെ മൈൻഡ് ഫുൾ സെറ്റപ്പ് എനിക്ക് ആ സ്ഥലം പറയാം, അഡ്വന്യ സ്ഥലത്തിലെ ബാക്കി പറയുക അവിടെ ഞാൻ സെറ്റപ്പ് ആക്കിക്ക് അവിടെ തന്നെ കോണം അവിടെ സെറ്റായിരുന്നു. അതിന്റെ ഇടയിലാണല്ലോ മമ്മി പാവം ഇരുന്നിട്ട് എന്തൊക്കെ സംസാരിച്ചിട്ടൊക്കെ നോക്കും. അങ്ങനെയാണ് മമ്മി സംസാരിക്കാൻ സംസാരിച്ചു. പക്ഷെ നിങ്ങൾ എന്നോട് സംസാരിച്ച ആ നിമിഷം, ആ സിറ്റുവേഷൻ എനിക്കെന്താ മാഡം, ഞാൻ ഫുൾ കൺവിൻസ് ആയി. എത്ര പ്രോമിസിംഗ് ആയിട്ട് നിങ്ങൾ സംസാരിച്ചു. കൺവിൻസ് ആക്കാനായിട്ട് ഒന്നും പറഞ്ഞില്ല, ജെനുവിൻ ആയിട്ട് ഞാൻ കേസ് ഹിസ്റ്ററി എടുത്തു. കറക്റ്റ് ഫോണിൽ കൂടി തന്നെ കേസ് ഹിസ്റ്ററി എടുത്തു. ദെൻ എന്റെ കേസ് ഹിസ്റ്ററി കഴിഞ്ഞപ്പോ ഞാൻ എന്റെ ആയുർവേദ ഡോക്ടറിന് ഫോൺ കൈമാറി അല്ലേ. എന്നിട്ട് ആയുർവേദ ആ ദിവസം ഉണ്ടായിരുന്നില്ല മാം, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ദിവസം നിങ്ങൾ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ബോൺ അലൈൻമെന്റിനെ പറ്റി പറഞ്ഞു, നമുക്ക് ഡ്രഗ്ലെസ് ആണൊക്കെ. അപ്പൊ ഡ്രഗ്ലെസ് വന്നപ്പോ എനിക്കൊരു നോക്കാനോ, പിന്നെ ഇത്ര നല്ലപോലെ ഡോക്ടർ സംസാരിക്കും. അതായത് എനിക്ക് ഏറ്റവും വലിയൊരു ഡൗട്ട്, ഇത്ര നല്ലപോലെ ഡോക്ടർ സംസാരിക്കും, ഒരു പണിയില്ല. പിന്നെ ആ നേരക്ക് നല്ല ഓർമ്മ ഉണ്ടായിട്ട് ഹസ്ബൻഡും മുന്നിൽ എടുക്കുകയാണ്. എന്റെ മമ്മി വന്നിട്ട് സംസാരിച്ചു, ഹസ്ബൻഡ് കുട്ടി എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പൊ കുറെ ഞങ്ങൾ ഇങ്ങനെ ഈ കെയറിനെ പറ്റി പറഞ്ഞ് ആകെ നടത്തിയെടുക്കുകയാണ്. അപ്പോഴാണ് നിങ്ങളോട് ഇങ്ങനെ സംസാരമായത്. അപ്പൊ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ബാ ഇങ്ങനെ ജസ്റ്റ് ഹിന്ദിയിൽ പറഞ്ഞു പച്ച കാം കന്താക്കാന്ന്, അത് എന്താണെന്ന്. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു അതും ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ അക്യുപഞ്ചർ നിങ്ങൾ ചെയ്യുന്ന അവിടുത്തെ രീതി വേറെ കേട്ടോ. അത് അവിടെ ഇല്ല ആക്ച്വലി, പക്ഷെ അവിടെ പറയുന്നത് സിംഗിൾ നിഡലാണ്. അപ്പൊ ഈ നിഡൽ കൊണ്ട് മാറൂ, ദീനം മാറൂ. അപ്പൊ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംശാദ പറഞ്ഞു. പിന്നെ ഡോക്ടർ ഹസ്ബൻഡിനോട് പറഞ്ഞു, മാഡമിനോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇത് ഭയങ്കര കോമിഷൻ കേട്ടോ, നല്ല സംസാരിച്ചു. ഒരു എന്താ പറയാ, ഒരു അതർ ലെവൽ ഓഫ് എന്താ പറയാ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. അപ്പൊ തന്നെ എന്തല്ല അല്ലാഹു എവിടെയാണ് ക്യൂർ എന്ന് പറയാൻ പറ്റൂല. പിന്നെ പഠിച്ചോണ്ടായിരിക്കും, പിന്നെ പഠിച്ചോണ്ട് മനസ്സിലറിയാൻ ഇട്ടു ഈ വഴി പോയി നോക്ക്. അപ്പൊ എന്റെ ഹസ്ബൻഡ് അപ്പൊ തന്നെ പറഞ്ഞു ശരി നമുക്ക് ഇത് നോക്കാം. അപ്പൊ തന്നെ പിന്നെ ചടപടായിട്ടൊക്കെ സെറ്റപ്പായി. ആ പിന്നെ എവിടെയോ വെണ്ണയില് പോയി. ഭയങ്കര കോമഡിയാണ്. ഏതോ എണ്ണയിൽ പോയി ഞങ്ങൾ ഇങ്ങനെ എറണാകുളത്തുള്ള ഒരു കുളത്തിലോട്ട് ചാടിച്ചു. പിന്നെ മൈൻഡ് ഫുൾ കൊച്ചി. ഇതേവരെ കോഴിക്കോട് വഴി നോക്കിയായിരുന്നു ഞങ്ങള്. പോർട്ടിലോട്ട് കോഴിക്കോട് ഫ്ലൈറ്റ് ടിക്കറ്റ് നേരെ മാറി ഡെസ്റ്റിനേഷൻ ചേഞ്ച് ആയി കൊച്ചിയിലേക്കായി ഞങ്ങളുടെ ടിക്കറ്റ്. പോർട്ട് ബ്ലെയർ ആക്ച്വലി പോർട്ട് ബ്ലെയർ ടു കൊച്ചി പേര് മാറി മാം. ഇപ്പൊ ശ്രീ വിജയപുരമാണ്. പക്ഷെ ഞങ്ങളുടെ പോർട്ട് പഴയ പേര് തന്നെയാണ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളുടെ പോർട്ട് ബ്ലെയർ. അപ്പൊ അങ്ങനെ പിന്നെ നോക്കിയത് നേരെ ഇതാണ് ഇപ്പൊ കൊച്ചിയിലേക്കാണ്. കോഴിക്കോട് അങ്ങനെ വിട്ടു. ഞങ്ങൾ വന്നു. വരുന്ന വരെ ഞങ്ങൾക്ക് ഏതെങ്കിലും വേണം ഉണ്ടാകുമല്ലോ ഒരു ടെൻഷൻ, എങ്ങനെയാണ് എവിടെയാണ്. പിന്നെ ഒരു കാര്യം, ഞാൻ എന്റെ ബ്രദർ ത്രൂ ആണ് വന്നത്. എന്തെങ്കിലും ആയാലും പിന്നെ എത്ര ആൾക്കാരുണ്ടല്ലോ എനിക്ക് മറുപടി പറയാനും എനിക്കുണ്ട്. അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് ചോദിക്കാനും പറയാനും ആളുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അവരും കൂടാണ് റഫർ ചെയ്ത്. അപ്പൊ കുഴപ്പമില്ല, അവർക്ക് കിട്ടിക്കൂടെ എന്തെങ്കിലായ ആൾക്കാരെ പിന്നെ പറയാ എന്തിനാണ് പോയത്,
കൊറേ ആൾക്കാരുണ്ടാവും പറയാലോ. അതെ അതെ ഓഫ് കോഴ്സ് എനിക്ക് അതും ഒരു ടെൻഷനായിരുന്നു. അല്ല ഇവിടുന്ന് ശരിയായ നല്ലത്. അപ്പൊ എനിക്ക് അല്ലെങ്കിൽ പിന്നെ ഒരുപാട് മറുപടി കൊടുക്കേണ്ടി വരും ഈ സോഷ്യൽ. അപ്പൊ പിന്നെ വന്നു അങ്ങനെ മമ്മിക്കല്ലേ സത്യം പറഞ്ഞ എന്നെ കാട്ടി അധികം എന്താ പറയാ ഒരു കോൺഫിഡൻസ് മമ്മിക്കായിരുന്നു. മമ്മി ഭയങ്കര ഒരു ഇതിലാക്കി ഈ പ്രാവശ്യം നോക്കിക്കൊണ്ടിന്റെ ശരിയാവുമ്പോൾ നീ നല്ല സ്ഥലത്തിലാണ് പോകുന്നത് നോക്കിക്കോന്ന്. നീയും തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നീ കോൺഫിഡൻസ് ഭയങ്കര കമ്മിയായി. കാരണം നമ്മൾ ഫസ്റ്റ് ഡേ ഡയഗ്നോസ് ചെയ്യാൻ പിന്നെ ഇവിടെ എത്തിപ്പെട്ടല്ലേ എത്തി വന്ന് നമ്മൾ OP റൂമിൽ വന്ന് ഇവര് ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഇവർ പറയണത് എന്തോ ഇവർക്ക് അത് മാറുന്നത് ഇഷ്ടമല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇത് ഓൾറെഡി എന്റെ കൂടെ ഉള്ളൊരു സാധനം ഈ പെയിൻ ഇത് എനിക്ക് മാറില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ. ചിലർക്കുണ്ട് നമ്മുടെ കൂടെ ഉള്ള ആള് വിട്ടു പോകുമ്പോ ഒരു വിഷമം. ഞാൻ അപ്പൊ ചോദിച്ചു നിങ്ങൾക്ക് ഈ വേദന പോകുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വേദന പോയ വിഷമാണോ? ഇല്ല എനിക്ക് വേദന മാറണം. എനിക്കൊരു ഹാഫ് ആൻ അവർ പോലും കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റുന്നില്ല. പോക്കീസ് ബോർഡിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു കുത്തി പോകുന്ന പെയിൻ ഉള്ളതെന്ന് എണീക്കുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഞാൻ മാറ്റിയിട്ടേ വീടുള്ളൂ. എന്തായാലും ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും വേണം അല്ലെ, നമുക്ക് പഠിച്ചതിന്റെ ഒരു ഇതും വേണം, നമ്മളും ഒരു നിമിത്തം മാത്രമാണ്. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് അത് തട്ടിട്ടോ. നിങ്ങൾ പറഞ്ഞില്ല നമ്മൾ തന്നെ വിചാരിക്കണം ഈ വേദന ഈ ഡിസീസ് ഇത് പോയി ഇനി വരൂല, തിരിച്ചു വരൂല. ഇങ്ങനെ കാത്തിരിക്കുമ്പോ ഏതായാലും വരും. കാരണം ഇവർ പറയണത് വരില്ല, ഇത് മാറില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ നിങ്ങൾ ഏത് അമേരിക്ക പോയാലും ഇത് മാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് അതാണ് മാറില്ല എന്നുള്ളതാണ്. വിശ്വാസം അതിലല്ല. അതെ മാത്രമല്ല നമ്മൾ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഞാനാണല്ലോ താങ്കൾ ട്രീറ്റ് ചെയ്തത്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ആ ഭാഗത്തൊന്നും ഒരാൾ കൈവച്ചിട്ട് പോലും തൊട്ടിട്ടില്ല. ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ ഭയങ്കര ഹെവി പെയിൻ, അവിടെ തൊടാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ നമ്മള് ബോൺ അലൈൻമെന്റ് തന്നെ കറക്റ്റ് ചെയ്തു എന്നാ അത് ശരിയായി. പിന്നെ ആയുർവേദ ഡോക്ടറും അതന്നെ ചെയ്യാൻ പറഞ്ഞത് ചെയ്തില്ല. അതിന്റെ കൂടെ പോസ്റ്റ് സെന്ററിൽ കയറും നടന്നു. അതെ പോസ്റ്റ് സെന്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ. ശരിക്കും പറഞ്ഞാ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല കേട്ടോ. നിങ്ങൾ പറയുക ഞാൻ ഫസ്റ്റ് പേഷ്യന്റ് ആണ്, ഞാൻ ഒരിക്കലും വിശ്വസിക്കാനേ കോണില്ല. ബിക്കോസ് എനിക്ക് അവര് എക്സ്പീരിയൻസ്ഡാണ്. ബാക്ക് ടു ബാലൻസിൽ ഫസ്റ്റ് നിങ്ങളാ, പക്ഷെ അവര് പോസ്റ്റ് ചെയ്ത് തരംഭിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അത്രയും വെൽ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. നമ്മുടെ ഈവൻ ആ ഡോക്ടർ കാർത്തിക തെറാപ്പിസ്റ്റ് ദേശ്മാ സന്ത എല്ലാവരും. കാരണം അവര് കുട്ടികളെ കുളിപ്പിക്കണമെങ്കിൽ ഫസ്റ്റ് ഒരാൾക്ക് കുക്കിനെ കുളിപ്പിക്കാൻ പറ്റത്തില്ല. അവരുടെ കുളിപ്പിക്കുന്ന രീതി കാണാൻ പറയാം അവര് വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ നമ്മുടെ ക്ലിനിക്കിൽ എല്ലാവരും ഏത് തെറാപ്പിസ്റ്റ് ആയാലും ഡോക്ടർ ആയാലും വെൽ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരെ നമ്മൾ എടുത്തിട്ടുള്ളൂ. കാരണം ഫസ്റ്റ് ദിവസം തന്നെയല്ലേ എനിക്ക് മനസ്സിലായി. അവരില് കാർത്തിക ഡോക്ടർ എന്നോട് കാര്യങ്ങൾ തുടങ്ങുന്ന മുന്നേ പറയും ഏത് ചെയ്യാൻ പോവാണ്. ഇത് ഞാനിപ്പോ സാധാരണ ആള്, എനിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യണം ആയുർവേദ ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് പോകില്ലേ, അവര് നിങ്ങക്ക് പിറ്റേ ദിവസത്തേക്കുള്ള കുളിക്കാനുള്ള ചൂടുവെള്ളം അതിൽ എന്തോ മെഡിക്കേറ്റഡ് സാധനം ഇട്ടിട്ട് ഒരു എന്തോ അതിനെ പറയുന്ന ഒരു മരത്തിന്റെ ഇതിനകത്ത് അതുപോലത്തെ ഇലയും കുറെ ഇതൊക്കെ നാൽപ്പാമരാതിയ എന്തൊക്കെയോ സംഭവം, ഇതെല്ലാം ഇവര് തലേ ദിവസം നിങ്ങൾക്ക് വേണ്ടി തിളപ്പിച്ചു വെക്കും. തലേ ദിവസം നിങ്ങൾക്ക് പിന്നെ പിറ്റേ ദിവസം വേറെ എന്തോ ഇലക്കിഴി മറ്റങ്ങനെ കുറെ എന്തോ. ഞാൻ ഒരു ദിവസം പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ എന്തോ ബിരിയാണി ഉണ്ടാക്കണോ വെളുത്തുള്ളി ചതക്കുന്നു. ഡോക്ടർ അവിടെ ഇരുന്ന് ഞാൻ അതിശയിച്ച് ഇതെന്താ വെളുത്തുള്ളി ചതക്കുന്നത്, ഇവിടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പൊ പറഞ്ഞ അല്ല ഇത് ഞങ്ങളുടെ ഒരു കിഴിയാ, പിറ്റേ ദിവസത്തേക്ക് വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന. അവർ അത്രയും ഡെഡിക്കേറ്റഡാ. കാരണം പിന്നെന്ന് വെച്ചാൽ എല്ലാം ഒന്നും നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചിട്ടില്ല. ഇപ്പൊ ഞങ്ങളുടെ അവിടുത്തെ സൂപ്പർവൈസറെ വിട്ടിട്ട് അപ്പുറത്തെ പറമ്പിൽ ചാടിച്ച് മതിൽ ചാടി ഇന്ന ഇലയാന്ന് അവർ പറഞ്ഞു കൊടുക്കും. ആ ഇല ആ സൂപ്പർവൈസർ പോയി പറിച്ചുകൊണ്ട് വരും. എല്ലാം നമ്മൾ നാച്ചുറൽ സാധനം വെച്ചിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇല ഒന്നും പൊടികളൊന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഈവൻ നിങ്ങൾക്ക് കുളിക്കാൻ തരുന്ന ഷാമ്പു വരെ നമ്മളാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ആ ഷാമ്പു അതിന്റെ പുറം നോക്കിയാൽ അറിയാലോ, അതിന്റെ പുറത്തൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒന്നും നിങ്ങൾ സാധനം ഒന്നുമില്ല, ഒരു ബ്ലാക്ക് ബോട്ടിലാണ് അവർ പറഞ്ഞു. ഗ്രീഷ്മ എന്നോട് പറഞ്ഞു അതെ അത് അവിടെ ഉണ്ടാക്കിയ ഷാമ്പു ആണ് നിങ്ങൾക്ക് വേണ്ടി. അപ്പൊ എല്ലാ നാച്ചുറൽ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ്ലി പോസ്റ്റ് നാച്ചുറൽ ചെയ്യുന്നുണ്ടുള്ളത്. ഇപ്പൊ ആയുർവേദിക് പറഞ്ഞ നമ്മൾ ഫുൾ നിങ്ങളുടെ ബോഡി ഫുൾ ഏൽപ്പിക്കുകയാണ്. ഫുൾ ഒരു റൂമിന്റെ ഉള്ളിൽ പോലെയല്ല, ഹോൾ ബോഡിയിലും നമ്മൾ ഹോൾ ബോഡി പറഞ്ഞ ഞങ്ങളും കുറച്ച് അതാവണം മനസ്സിലാവുന്നുണ്ടല്ലോ. ായിട്ട് നമ്മുടെ പ്രൈവസി ഞങ്ങൾ നോക്കണല്ലോ. പക്ഷെ അവരില് ശരിക്കും പറഞ്ഞ എനിക്ക് ഇത്ര കംഫർട്ട് സോണിൽ വെച്ചതും വേണം. ഭയങ്കര
അത്ഭുതപ്പെട്ടു ഫസ്റ്റ്. ഞാൻ ഡോക്ടറിനോട് കേൾക്കുന്ന കാർത്തിക ഡോക്ടറിനോട് ചോദിച്ചും ചെയ്തു. ഭയങ്കര എന്നെ പോലെ നിങ്ങളെ നോക്കുന്നത്, ഭയങ്കര നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ ഡോക്ടർ കാർത്തിക എന്തൊരു നല്ല നിങ്ങളുടെ പോലെ നിങ്ങളുടെ നല്ല ഒരു സ്വഭാവം. എന്തെങ്കിലും ചോദിച്ചാ അതിന്റെ കൂടെ സത്തും മതവും കൂടിയിട്ട് നല്ല മട്ടത്തിലൊരു നല്ല ആൻസർ ഡോക്ടർ കാർത്തികനെ ഇന്ന് കൊണ്ടുവരാൻ വേണ്ടി ഇരുന്നതാ. അപ്പൊ അവിടെ കുറച്ച് കേസ് ഉണ്ട്. അപ്പൊ അത് കാരണം പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ ആ ഒരു സെഷൻ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കും കേട്ടോ. അതിന്റെ ഒക്കെ ഉത്തരം പറയും, സൊല്യൂഷൻ പറഞ്ഞു. അപ്പൊ എനിക്ക് തലവേദന ഇത് ഒക്കെ ആയുർവേദിക് കേട്ടോ. ഒരു ആയുർവേദിക്കാണ് ട്രീറ്റ്മെന്റ്. അതിന്റെ ഇടയിൽ എന്റെ മമ്മിക്ക് ഇതേപോലെ കാലിന്റെ മമ്മിക്കും എന്റെ ഹസ്ബൻഡ്ക്കും കാലിന്റെ മുട്ടുവേദനയും ഉപ്പൂച്ചി വേദന അങ്ങനെ ജസ്റ്റ് പറഞ്ഞപ്പോ ആയുർവേദിക് ഇതിനെ കൊണ്ട് ചെയ്യാനോ. അപ്പൊ തന്നെ ഒരു കൊണ്ടുവന്നു, ഒരു ഇല ചൂടാക്കി പറഞ്ഞതൊക്കെ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട്. അങ്ങനെയൊക്കെ അവർക്ക് അവരുടെ സ്വന്തക്കാർക്ക് ചെയ്യുന്ന പോലെ. അല്ലെ ഈ വേർഡ് പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. നമ്മളവിടെ ഒരുപാട് സ്റ്റാഫ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പലപ്പോഴും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അത് സ്വാഭാവികമാണ്. കാരണം നമ്മുടെ ഒരു ടേസ്റ്റ് ഒപ്പിച്ച് അവർ നിൽക്കണമെന്നില്ല. നമ്മുടെ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അത് കീപ്പ് ചെയ്യണമെന്നില്ല. ടൈമിംഗ് കീപ്പ് ചെയ്യാൻ പറഞ്ഞാൽ കീപ്പ് ചെയ്യണമെന്നില്ല. അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ എല്ലാ സ്ഥലത്തും ഉള്ള പോലെ തന്നെ നമ്മൾ സഫർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മളൊരു സ്റ്റാഫിനെ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും അവരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് വേണ്ട എന്ത് കാര്യവും നമ്മൾ ചെയ്തു തരാം. പക്ഷെ ഒരൊറ്റ ഇപ്പൊ അവര് കുറെ മൾട്ടി നാഷണൽ കമ്പനിയിലൊക്കെ മീൻസ് വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ ആയിരിക്കും, വലിയ വലിയ കമ്പനി. അപ്പൊ ഞാൻ പറഞ്ഞു അവരുടെ CV കൊണ്ടുവന്നാൽ ഞാൻ ആ CV എടുത്ത് താഴെയിടും. എനിക്ക് ആ CV കൊണ്ട് ഉപകാരമില്ല. കാരണം നിങ്ങൾ എവിടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ വേണ്ട, കുറച്ച് ക്വാളിറ്റീസ് വേണം. അതിന് ഞാൻ വലിയ വലിയ സംഭവങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുന്നത് ജസ്റ്റ് ഹ്യൂമാനിറ്റി കീപ്പ് ചെയ്യുക. ഇവിടെ വരുന്ന പേഷ്യൻസിന് നിങ്ങളുടെ ഫാമിലി മെമ്പറിന് ഒരു ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യും, അതുപോലെ നിങ്ങൾക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുമെന്ന് മാത്രം നമ്മളുടെ കൂടെ നിന്നാൽ മതി, അല്ലെങ്കിൽ നിൽക്കണ്ട. പക്ഷെ നമുക്ക് എന്താ പറയുക, ദൈവം സഹായിച്ച് കിട്ടിയ സ്റ്റാഫൊക്കെ ഒരുവിധം നല്ല രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാവരും തന്നെ ആ ഒരു രൂപത്തിലാണ് എല്ലാവരും ടേക്ക് കെയർ ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. അല്ലാത്ത ആൾക്കാർ അവിടെ നിന്ന് പോവുകയും ചെയ്തു, ഉണ്ടായിരുന്നു അങ്ങനത്തെ ആൾക്കാർ അവിടെ നിന്ന് പോയി, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ മറ്റുള്ള ആൾക്കാരോടും പറയുന്നത് അങ്ങനെ, നമ്മളൊരു മണി ഓറിയന്റഡ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ഇതൊരു IT ഫേമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ബിസിനസ് മേഖലയല്ല. ദിസ് ഈസ് ഓൾസോ സർവീസ് ആവുമ്പോൾ നമുക്ക് സർവീസ് സെൻസ്. ഞാൻ പറയും, ഒരു 60 ഏജ് ഉള്ള ഒരാളാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ മദറായി കണ്ടുകൂടാ, അല്ലെങ്കിൽ ഫാദറായി കണ്ടുകൂടാ? ഇപ്പൊ നമുക്കൊരു മദറിനോ ഫാദറിനോ ഒരു സിസ്റ്ററിനോ ബ്രദറിനോ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാം, നിനക്ക് തന്നെ വേണം, നിനക്ക് അങ്ങനെ തന്നെ വന്ന് നീ മരിക്കട്ടെ, അങ്ങനെ പറയൂലല്ലോ. നമ്മളവരെ മാക്സിമം ടേക്ക് കെയർ ചെയ്യൂല. അയ്യോ ഞാനത് എങ്ങനെയെങ്കിലും മാറ്റാൻ നോക്കാം, ഞാൻ നിന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം, ഇങ്ങനെയൊക്കെ പറയും. അതുപോലെ ഇവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും ആ ഒരു വേയിലും ആ ഒരു തോട്ട് പ്രോസസ്സിങ്ങിലും കാണാൻ പറ്റുന്നവരെ നമുക്ക് സ്റ്റാഫായിട്ട് മതി, അല്ലാത്തവർ വേണ്ട. അത് ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നതാണ്. ഫസ്റ്റ് ഞാൻ അവരുടെ ഇന്റർവ്യൂവിന് വരുമ്പോൾ ഞാൻ പറഞ്ഞു, അവരോട് ഞങ്ങൾക്ക് ഇത്ര എക്സ്പീരിയൻസ്, ഞങ്ങൾക്ക് അത്ര എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട ദിസ് മച്ച് ഓഫ് ക്വാളിറ്റീസ്. അതെ, ദിസ് മച്ച് ഓഫ് ക്വാളിറ്റീസ്. അത് നിങ്ങൾക്കുണ്ടോ, ദെൻ യു ആർ ഇൻ, അതർവൈസ് യു ആർ ഔട്ട്. പക്ഷെ നിങ്ങൾ കൊണ്ടുവന്ന പാനലില് നല്ല അടിപൊളി പാനായിരുന്നു. അതേപോലെ എക്യുപെൻഷൻ ഷഫ്രീന വർക്കാണ് ആദ്യമായിട്ടാണ് ഈ പേര്. നല്ല നല്ല അവളാണ് ഇതിന്റെ അധികം ചെയ്തത്. പിന്നെ അതേപോലെ അവരും പിന്നെ ഇവർ രണ്ടുപേരാണ് ചെയ്തതിന്റെ. ഇത് നിങ്ങളുടെ എക്കോപച്ചറിന് ഒരുപാട് ആൾക്കാർ ഹിന്ദി, അവർക്ക് ലാംഗ്വേജ് അവർക്കറിയില്ല, നിങ്ങൾക്ക് ഹിന്ദി അറിയാം. അതാണ് ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി പോകുന്നത്. കാരണം അവർക്ക് മലയാളം അറിയാത്തതുകൊണ്ടുള്ള ചെറിയൊരു ആൾക്കാരും. എനിക്ക് പിന്നെ എക്കോപച്ചറിന് നിങ്ങൾ ആദ്യം നോക്കി, പിന്നെ സഫ്രീന, പിന്നെ പിന്നെ ഓഫ് കോഴ്സ് ഫ്രണ്ട് കൗണ്ടറിൽ നിൽക്കുന്ന റദ്ദിക ഉണ്ട്. ഞാനതാ പറഞ്ഞു, ഇവിടെ വന്ന് കേറി ആദ്യം കണി കാണുന്നത് ബെസ്റ്റ് ഇംപ്രഷൻ. ഞാനത് പറയും. കാരണം ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ ഒരു സ്മൈൽ ഇല്ലാണ്ട് മുഖവും വീർപ്പിച്ചിരുന്നാല് കാര്യമില്ല. കാരണം ഒരു പേഷ്യന്റ് കയറി വരുമ്പോൾ പകുതി ഹീലിംഗ് റിസപ്ഷനിൽ നിന്ന് കഴിയണം. അവരുടെ ഒരു ബിഹേവിയറും അവരുടെ ഒരു ടോക്കും കൊണ്ട് പകുതി ഹീലിംഗ് കഴിഞ്ഞു, ബാക്കി പകുതിയുടെ ഓഫീസിന് പണിയുള്ളൂ. അപ്പൊ ആ രൂപത്തിലായിരിക്കണം ഒരു ഫ്രണ്ട് കൗണ്ടറിൽ ഇരിക്കുന്ന ഒരാളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. കാരണം അവര് നിങ്ങളിപ്പോ എന്തിനാ വന്നതെന്നുള്ള മട്ടില് ഞാനിതാ പൂരിപ്പിച്ചോ, അത് ചെയ്തോ, അത് ആ ഫില്ല് ചെയ്തോ, ആ ഫോം ഫില്ല്, ഇങ്ങനൊക്കെ
പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട്. നമുക്ക് ദൈവം സഹിച്ച് നല്ലൊരു ഫസ്റ്റ് കണ്ണിന് കയറിയപ്പോ ആദ്യം കണ്ണിലെത്തിക്കുന്നതാണ്. അപ്പൊ ഞാൻ തന്നെ നല്ല സുന്ദരി ഇപ്പോഴും പറഞ്ഞു. ഞങ്ങളിപ്പോ ടച്ചപ്പ് പോയപ്പോ എന്തിനാണ് മോളെ എനിക്ക് ടച്ചപ്പ് അമ്മടിക്കാണോ? അതെ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ ഡോക്ടർ ആയുർവേദിക് ഡോക്ടർ ആയിരുന്നു റസീനാണ്. അവര് നല്ല പോലെ അയ്യോ ആ മാഡം എന്റെ സെഷൻ എടുത്തത് നല്ല ഭയങ്കര ഇതാട്ടോ. 1.5 മണിക്കൂർ എന്റെ ഹിസ്റ്ററി ഒക്കെ ചോദിച്ചു. അതിന്റെ അവർക്ക് കസ്റ്റമൈസ് ആക്കണം. നിങ്ങൾക്ക് അറിയില്ലല്ലോ അങ്ങനെ അവിടെ ഞങ്ങളുടെ എന്റെ ഡയറ്റ് ഫുഡ് ഇങ്ങനെയാണ്. അതൊക്കെ അറിയാൻ വേണ്ടി അവരെടുത്ത സമയം 2 മണിക്കൂർ. ആ 2 മണിക്കൂർ നമ്മൾ കൃത്യമായിട്ടൊക്കെ ചോദിച്ചു എന്നോട്. ഭയങ്കര ചോദിച്ചു. അപ്പൊ തന്നെ എനിക്ക് നല്ല ഹാൻഡ്സിലാണ്. ഐ മീൻ ഗുഡ് ഹാൻഡ്സ്. ബിക്കോസ് എത്ര നല്ല മട്ടത്തിൽ അവർ ചോദിക്കാണ്, എന്തൊക്കെ ചോദിക്കാണ്. പിന്നെ എന്നോട് പറഞ്ഞു എവിടെ വേദന അവിടെ തൊട്ട് നോക്കി. നിങ്ങൾ നോക്കിയപ്പോൾ അവരും തൊട്ടി നോക്കി. പിന്നെ റിത് കാർത്തിക് ഉണ്ടായിരുന്നു. അങ്ങനെ ഏൽപ്പിക്കുവാണ് കാര്യങ്ങളൊക്കെ ആക്കി എങ്ങനെ ചെയ്യണം, ഈ 2 ദിവസം ഇത് ചെയ്യണം, ഈ 2 ദിവസം ഫുൾ കസ്റ്റമൈസ് ആയിരുന്നു എന്റെ ഫുൾ പ്ലാൻ. എന്റെ ഫുൾ ഡയറ്റ് ചാർട്ട്, തിന്നാന്റെ സാധനങ്ങളും അതൊക്കെ. അപ്പോ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയാ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ, നല്ല ഒരു ആംബിയൻസും. ഹസ്ബൻഡ് നല്ല ഇഷ്ടമില്ലാട്ടോ, നല്ല ഇഷ്ടമില്ലാണ് അവിടെ ഇപ്പോഴത്തെ ഒരു ആംബിയൻസ് നല്ല ഇഷ്ടം. ബിക്കോസ് അപ്പാർട്ട് ഫ്രം എന്താ പറയാ ഈ വെഹിക്കൽ സൈലന്റ് ഏരിയ ആണ്. ചിലപ്പോൾ ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് നോക്കാം. അതേപോലെ നിങ്ങളുടെ ആയുർവേദിക് റൂം നല്ല അടിപൊളി റൂമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റൂമാണ്. നല്ല ആംബിയൻസ് ആയിട്ട്. പിന്നെ ആ കട്ടല്, ആ മസാജ് അത് എവിടെ നിന്നാണ് കളിക്കൊക്കെ നല്ല. ഞാനല്ല എന്റെ ഹസ്ബൻഡില് ഭയങ്കര മൾട്ടി ടാസ്കർ, ഭയങ്കര ആർട്ടിസ്റ്റിക് ആളാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഫോട്ടോ എടുത്തപ്പോ ഇത് ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾ? കൊറേ അങ്ങനത്തെ ഒരു അതെന്താ ഞാൻ കൊറേ പേഴ്സണൽ കെയറിന്റെ വീഡിയോ ചെറുതാണ്. പിന്നെ അതേപോലെ ആ ബെഡ് വേറെ ബെഡാണ്. എന്താ പറയാ, ഇത് നിങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെയാണ്. അപ്പൊ നോർമൽ കാണുന്നത് ഒരു ബ്ലാക്ക് കളറിന്റെ നോർമൽ സ്ട്രക്ചർ പോലെ ഒരു നാടൻ ഫീൽ ആവും കേട്ടോ. നമ്മൾ പറഞ്ഞുണ്ടാക്കി അത് കാണുമ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു നാടൻ ഫീൽ, എവിടെയോ ഒരു ഗ്രാമത്തിൽ പോയിട്ട് ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു തോന്നല്. നല്ല ബെഡും അതേപോലെ നല്ല പാമ്പറേഷൻ എനിക്ക് നല്ല ഇഷ്ടമായി. എന്തായാലും എന്താ പറയാ, നമ്മുടെ ഓരോ ട്രീറ്റ്മെന്റിന് വേണ്ടി നിങ്ങൾ സൈറ്റ് പിടിച്ചിട്ടൊക്കെ വരാന്നൊക്കെ പറഞ്ഞാൽ മാം. പിന്നെ ഇത്ര ഒരുപാട് ദൂരത്തിന് വരുന്ന കുറെ ആൾക്കാർക്ക് നമ്മൾ മറുപടി കൊടുക്കണം. ഇപ്പൊ അവരെ എല്ലാവരും എന്തിനാണ് പ്രസവം കഴിഞ്ഞിട്ട് ശരിക്കും റെസ്റ്റ് എടുത്തില്ല, കെട്ടിയെടുത്ത് പോവാണ് അങ്ങനെ. പിന്നെ ഇതിനൊക്കെ താങ്ക്സ് പറയുന്നത് എനിക്ക് എന്റെ ഹസ്ബൻഡിനോടാണ്. അതേപോലെ എന്റെ ഇൻലോസ്, എന്റെ അമ്മായിമ്മനോട് ഫസ്റ്റ് പറഞ്ഞപ്പോ മലയാളീസാണെങ്കിലും അമ്മായിയമ്മ നന്ദി പറയും. ഇല്ല നോർമലി എന്താ ഞാൻ പറയട്ടോ, എനിക്ക് തിരിച്ച് അവിടെ പോവാണല്ലോ. എനിക്കും പോണം, അതുകൊണ്ടാണ് ഞാൻ. അപ്പൊ ഞാൻ എന്റെ അമ്മായിമ്മനോട് പറഞ്ഞ അമ്മായിമ്മക്കൊന്നല്ല, അമ്മായിമ്മ ഇവിടുത്തെ ആളായി കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആയുർവേദിക് കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അപ്പൊ തന്നെ സംഭവിച്ചു. പോയിക്കോ മോളെ പോയിട്ട് നിന്നെ നോക്കിക്കോ, ഇതെങ്കിലും ഇത്ര വർഷം സഹിച്ചുകൊണ്ട് വെക്കും. അതെ, നല്ല ട്രീറ്റ്മെന്റ് കിട്ടട്ടെ. അതേപോലെ ഇൻലോസിന്റെ എന്റെ സപ്പോർട്ട്, എന്റെ മമ്മി പാവം എന്തെങ്കിലും നല്ലോണം പോലെ കെയർ ചെയ്യേണ്ട. അപ്പൊ ആസ് എ മോം, ഇപ്പൊ ഞാൻ ഒരാളുടെ മോമ, ഇപ്പൊ എനിക്ക് ഇതൊക്കെ കാണുമ്പോ ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ എനിക്ക് 39 ഇനി പ്രസവിക്കാനുള്ള സമയം ഉണ്ടോ എന്നൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഈ പോസ്റ്റ് ആറ്റിലൊക്കെ കാണുമ്പോ ഒന്നുകൂടി എനിക്ക് പ്രസവിക്കാൻ തോന്നുന്നു. അപ്പൊ ഞാനത് ചോദിക്കാൻ, ആസ് എ മോം 2 ബേബീസിന്റെ മോമാണ്, ഇത്രയും കെയർ കിട്ടുന്നതുകൊണ്ട് പൊതുവെ നമ്മളിപ്പോ ആ ബേബിക്ക് ഇപ്പൊ ഒരു മാസം ആയിട്ടുള്ളൂ, 1.5 മാസം ആവുന്നുള്ളൂ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഒരു വേദന സഹിച്ചതിന്റെ ഒക്കെ ഒരു ആഫ്റ്റർ എഫക്ട് അതൊന്നും, അതായത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ചില ആൾക്കാർക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഒക്കെ ഉണ്ടാവും. അതിന്റെ ഒരു സ്റ്റേജ് കഴിയണതിന് സ്റ്റേജ് ഒന്നും 1 വർഷം കഴിഞ്ഞാലും കഴിയൂല. അപ്പൊ നമ്മൾ വിചാരിക്കും ഇനി ഞാൻ പ്രസവിക്കൂല, അല്ലെങ്കിൽ എനിക്ക് ഇനി വയ്യ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ 1 മാസമായിട്ടുള്ളൂ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഇനി തയ്യാറാണ്? ശരിക്കും പറഞ്ഞ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞും ചെയ്തു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പാമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ 3-മത്തും 5-മത്തും നോക്കി. നമ്മളുടെ ഇവിടെ വന്നിട്ട് 2 ബേബി കൊടുത്തിട്ട് ആൾക്കാർ 5 ബേബി ആക്കുക.
ഉള്ള മെയിൻ സെറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്റെ മമ്മിയോട് പറഞ്ഞു. അപ്പൊ മമ്മി അതിനെന്താ മൂന്നാമത് നോക്കിക്കോ. ഞാൻ ഈ കാര്യം നിങ്ങൾ കാർത്തികനോട് നേരെ വേണമെങ്കിൽ ചോദിച്ചു നോക്കി. ഞാൻ ഓരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ മൂന്നാമത്തത് ഉറപ്പായിട്ട് നോക്കിക്കോളാം, നിങ്ങൾ എവിടെ തന്നെ ഉണ്ടാവണം പറഞ്ഞപ്പോ അവര് ചിരിച്ചു. 3, 4, 5 എത്ര വേണമെങ്കിലും നമുക്ക്. അല്ല മാം, ഇത് വേണം. ഒരു നോർമൽ ഇപ്പൊ പ്രസവം കഴിഞ്ഞിട്ട് ഏറ്റവും അധികം നോക്കുന്നത് കുട്ടീനെ, വാവയാണ് നോക്കുന്നത്. നമുക്ക് കുറവാണ്. ബിക്കോസ് ഞങ്ങൾക്ക് കെയർ കിട്ടും, പക്ഷെ ഞങ്ങൾക്കായിട്ട് കുറെ റെസ്പോൺസിബിലിറ്റി. രാത്രി കുട്ടീനെ നോക്കണം, പിന്നെ ഇറന്നിത്ര വെയിലിംഗ് ചെയ്യണം. അതൊക്കെ കുറെ ഒക്കെ ഉണ്ടല്ലോ. പിന്നെ അങ്ങനെ ഇവിടെ വന്നിട്ടില്ലേ ഭയങ്കര സ്ട്രെസ് ഫ്രീ. ഇവരെ മെന്റലി സ്ട്രെസ് ആണ്. അതും അതേപോലെ ബോഡിന്റെ സ്ട്രെങ്ത്തും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അത് 40 ദിവസം വീട്ടിലിരുന്നിരുന്ന കുറിച്ചൊക്കെ ബോഡി സ്ട്രെങ്ത്തും തിരിച്ചു. അതേപോലെ മെന്റലി മെയിൻലി അതായത് കാരണം ഇവര് പോസ്റ്റ് നാറ്റില് ആണ് എൻക്വയറി ചെയ്തെങ്കിലും ഫസ്റ്റ് ചോദിക്കുന്നത് നിങ്ങൾ ആ വേദന മാറോ, ഇൻബോണി വേദന, ടൈൽ ബോൺ പെയിൻ മാറോ. അപ്പൊ അതും കൂടി മാറി കിട്ടിയപ്പോ ഭയങ്കര ഹാപ്പിയായി. രാവിലെ 2 മണിക്കൂർ 2-3 മണിക്കൂർ എന്റെ ഈ ആയുർവേദിക് സെഷൻ നടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ നിങ്ങളുടെ വക കഞ്ഞി അങ്ങനെ എഴുതാം. അത് തിന്ന് അത് കുടിച്ചിട്ട് പിന്നെ അതിൽ കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ എന്താ അക്കുപഞ്ചറിന്റെ ആൾക്കാർ തിരിച്ചു വരും. പാവന്മാര് വന്നിട്ട് വിളിക്കും, വേണം ആയോ കഴിഞ്ഞോ നിങ്ങൾ റെസ്റ്റ് എടുത്തോ അതൊക്കെ കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ. പിന്നെ അതിന്റെ അക്കുപഞ്ചർ സെഷൻ ഫുൾ ഒരു ബണ്ടൽ പാക്കേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. റൂമിലേക്ക് തിരിച്ചു പോകുന്നത്. പിന്നെ അടുത്ത ദിവസം അത് തന്നെ. അപ്പൊ അത് അക്കുപഞ്ചറിന്റെ 11 days നടന്നു. അത് എന്തായാലും ഇന്നലെ കഴിഞ്ഞു. ആയുർവേദിക് ഇപ്പൊ 4 കഴിയും. നമ്മളെല്ലാം മിക്സ് ചെയ്തത്. എനിക്ക് തോന്നുന്നു പോസ്റ്റ് നാറ്റലിന് ആയുർവേദത്തിന്റെ കൂടെ ഈ അക്യുപഞ്ചറും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ആ ഒരു ട്രിഗർ പോയിന്റിനെ നമ്മള് കൂട്ടുമ്പോൾ ഈ മസിൽ ഭയങ്കര ടൈറ്റ്നെസ് ഉള്ള ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടി ബെറ്ററോ. പിന്നെ ബെല്ലി കുറയാനായിട്ടൊക്കെ നല്ലതാണ്. അത് നിങ്ങൾ വന്നപ്പോ ഒന്ന് ഫാറ്റ് ബേൺ ചെയ്യിപ്പിക്കാൻ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാട്ടോ. ഇത് ഒരു കോംബോ ആയിട്ട്. അതെ, കോംബോ ആയിട്ട് തന്നെ ചെയ്യുന്നത്. പ്ലസ് ആയുർവേദിക് അതാണ് പോസ്റ്റ് നാറ്റൽ നമ്മൾ കൊടുക്കാൻ വേണം. ഇപ്പൊ പോസ്റ്റ് നാറ്റൽ കെയർ പറഞ്ഞ എല്ലാവരുടെ മൈൻഡിൽ വരുന്ന ആയുർവേദം മാത്രം. ആയുർവേദം മാത്രം. അപ്പൊ ഇതും അതിന്റെ കൂടെ ആവട്ടെ. ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആയിട്ട് നമുക്ക് കൊടുക്കാം. ഏതായാലും ഡ്രഗ്ലെസ് ഒന്നും തരുന്നില്ലല്ലോ, മരുന്നൊന്നുമില്ലല്ലോ. ഏതായാലും നഷ്ടമൊന്നും ആകില്ല. അതാണ് ഏതായാലും നല്ലൊരു ഞാനല്ലേ പോയിട്ട് ഇത് ഈ മെമ്മറീസ് കളക്ട് ചെയ്ത് ബിക്കോസ് എനിക്ക് എന്തൊരു എന്താ പറയാ സുഖം കിട്ടിയ. ശരിക്കും പറഞ്ഞ സുഖം പ്രസവത്തിന്റെ സുഖപ്രസവത്ത് പറയരുത്. കാരണം പ്രസവിക്കുമ്പോ വേദന എടുത്തിട്ടാ പ്രസവിക്കുന്നത്. അതിന് സുഖപ്രസവം എന്ന് പേരിട്ടവരെ തള്ളിക്കൊല്ലാനാണ്. ഇതാണ് സുഖം. ഡെലിവറി പോസ്റ്റ് നാറ്റിൽ ഇത് സുഖം. എന്തെങ്കിലും ഡെലിവറി ആവട്ടെ, ഇപ്പൊ സുഖപ്രസവോ സിസേറിയൻ എന്തെങ്കിലും ആയിട്ട് 10 ദിവസം ഇവിടെ വന്നാൽ മതി. ഇതായിരിക്കും നല്ല സുഖമായ ഒരു ചെറുത്. എന്തായാലും ഒരുപാട് താങ്ക് യു സോ മച്ച്. കാരണം ഒത്തിരി ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇവിടെ പറഞ്ഞപ്പോ ഞാൻ ആയുർവേദക്കാരോട് ചുമ്മാ ഒന്ന് പേടിപ്പിച്ചത്. നമ്മൾ പോലീസ് ഇൻസ്പെക്ടറാണ്, ഞാൻ നല്ലോണം നോക്കിയത് നിങ്ങൾക്ക് ലാത്തി ചാർജ് അപ്പൊ അവര് പോലീസ് ഇൻസ്പെക്ടർ എന്തൊന്നാ AC ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആളൊന്ന് ഓക്കെ ഫൈൻ കുഴപ്പമില്ല ഞങ്ങൾ നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞു. എനിവേ എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷം. നമ്മളിപ്പോ ചിലർ ഇത് കാണുന്നവർ വിചാരിക്കും ഇതിന് വേണ്ടി വരെ പോഡ്കാസ്റ്റ് ഒക്കെ അവര് പോസ്റ്റ് ആക്കി കഴിഞ്ഞങ്ങ് പൊക്കോളൂല്ലേ. പക്ഷെ അങ്ങനെയല്ല. ഇതിന്റെ ഒരു അനുഭവസ്ഥർ പറയുമ്പോഴാണ് അതിന്റെ ഒരു അധികം. കാരണം ഞാൻ എത്ര സംസാരിച്ചപ്പം കാര്യം കാരണം ഞാനിത് ഞാൻ ഒരു പോസ്റ്റ് ആയിട്ട് ഞാൻ പോയിട്ടില്ല. കാരണം ഞാൻ ആകെ ഒന്ന് പ്രസവിച്ചിട്ടുള്ളൂ. അതെന്ന് പറയുമ്പോ ആരൊക്കെയോ നോക്കിയങ്ങ് കഴിഞ്ഞു പോയി. അത്ര ഇപ്പൊ അടുത്തല്ലേ ട്രെൻഡിങ് ആയിട്ട് വന്ന പല സെലിബ്രിറ്റീസും ഒക്കെ ഇത് എടുത്തു തുടങ്ങിയപ്പം പിന്നെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് അത്ര വലിയ അഫോർഡബിൾ ആവാത്ത പ്രൈസ് ഒന്നും അല്ല. ഇത് കുറച്ചു പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. ഇത് വലിയ വലിയ VIPസും വലിയ വലിയ സെലിബ്രിറ്റീസും ഒക്കെ അല്ലേ ഇങ്ങനെയൊക്കെ പോകുന്നത്. ഞങ്ങൾ സാധാരണക്കാർക്ക് പോകാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഓഫ് കോഴ്സ് ഞങ്ങൾ സാധാരണക്കാർക്കും വരാം. അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നമ്മൾ പാക്കേജിന്. അതെ, ഇപ്പൊ ഇതിന്റെ മുന്നേ പോഡ്കാസ്റ്റ് പറഞ്ഞു നിങ്ങളുടെ വേറെ ആൾക്കാരുടെ നിങ്ങളുടെ ഇപ്പൊ 40 ഡേയ്സിന്റെ പ്രൈസ് ആണ് വേറെ ആൾക്കാരുടെ 14 ഡേയ്സിന്റെ പ്രൈസ്. ഞാനിത് പറഞ്ഞു ചെയ്യാം. അവരുടെ 40 ദിവസത്തെ പ്രൈസ് ആണ് നമ്മുടെ നമ്മുടെ 14 ദിവസത്തെ പ്രൈസ് ആണ്. അവരുടെ 40 ദിവസത്തെ പ്രൈസ് ആണ് നമ്മുടെ 14 ദിവസത്തെ. അല്ലല്ല, നിങ്ങളുടെ 40 ദിവസത്തെ പ്രൈസ് ആണ് അവരുടെ 14 ദിവസത്തെ പ്രൈസ്. അപ്പൊ അത്രയും ഡിഫറൻസ് ഉണ്ട്. ഭയങ്കര ഡിഫറൻസ്. അപ്പൊ ഇനി ഭയങ്കര അഫോർഡബിൾ ആണ്. ഭയങ്കര ഞാൻ എല്ലാവരോടും പറയാം, നോട്ട് ഓൺലി കേരളൈറ്റ് ആണ്.
ഇനി ഞങ്ങൾ 5 മണിക്കൂറുണ്ട്. കാരണം ഞാനൊന്ന് ഒരാളെങ്കിലും യൂണിയൻ ടെറിട്ടറിയിൽ എന്റെ കാറ്റഗറീസ് തൊട്ട ആൾക്കാരെ ഞാൻ കേസ്. പിന്നെ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ അഞ്ചമാനിലൊരു ബ്രാഞ്ച് ഇട്ടെന്ന് വരാം. അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഉറപ്പായിട്ട് വരണം വേണം. അത് ഞാൻ തെറ്റ് വരുന്നുണ്ട്. കാരണം എന്റെ നാട് പോലെ തീർച്ചയായും നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും താങ്ക് യു. തീർച്ചയായിട്ടും വരണം. അവിടെയും എന്റെ പോലെ ഒരുപാട് വ്യക്തിംസ് ആൾക്കാരുണ്ട്. വന്നിട്ടൊന്ന് പൊത്തി നോക്കി എല്ലാവർക്കും ഈ റിലീഫ് പരിപാടിയൊക്കെ ഏതായാലും ശരിയാക്കണം. എന്റെ നല്ല റിലീഫ് അൽഹംദുലില്ലാ നല്ല റിലീഫ് ആയിട്ടുണ്ട്. നല്ലൊരു എന്താ പറയാ അതെന്തായാലും ജേർണിയാണ് എന്റെ പോയത് കേട്ടോ. ഇങ്ങനെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ കൺസെപ്റ്റ് എപ്പോഴും എന്റെ തലയിലുണ്ടെങ്കിൽ ഇനി വിചാരിക്കേണ്ട ആ വേദന തിരിച്ചു വരൂ. ഇപ്പൊ ഞാനത് വിട്ട് പണി പോയി പണി. അപ്പൊ ഇപ്പോ എന്താ പറയാ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും നമ്മുടെ ഒരു ടീം വർക്ക്സ് കൊണ്ടും എല്ലാവരും അത് നല്ലൊരു ഇത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. പ്രത്യേകിച്ച് ഷാഹിൻ മാഡത്തോട് ഭയങ്കര നന്ദി പറയാണ്. ഞാൻ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങൾ പോസ്റ്റ് ആയിട്ടുള്ള ഞങ്ങള് വലിയ രീതിയിലൊന്നും അഡ്വർടൈസ്മെന്റ് അനൗൺസ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. എനിക്കൊന്ന് ഇദ്ദേഹത്തിനെ കൊണ്ടുതന്നെ നമുക്കതൊന്ന് ഇനോഗ്രേറ്റ് ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുള്ളൂ. അപ്പൊ അതുകൂടി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഇതാണ് ഇത്രയും ദൂരം നിന്ന് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് കാണാണ്ട് പോലും ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ വന്ന് ഇത്രയും നല്ല രീതിയിൽ സംസാരിച്ചതിന് ഒരുപാട് 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 താങ്ക് യു സോ മച്ച്. ഇതിന്റെ കഴിയുന്ന മുന്നേ നിങ്ങളുടെ ആ പറയണം കേട്ടോ. ഡോക്ടർ സരീനാസ് നമുക്ക് ഒരുമിച്ച് പറയാം. ഡോക്ടർ സരീനാസ് ബാക്ക് ടു ബാലൻസ്. ഇനി ചികിത്സ മാറ്റി പിടിച്ചാലോ? ഞാൻ സത്യം വിചാരിച്ചില്ല ഇങ്ങനെ പറയുന്നു. എന്റെ മനം ഞാൻ മാറ്റി പിടിച്ചു. നമുക്കും പിടിക്കാം. വിചാരിക്കുന്നത് അഡ്വർടൈസ്മെന്റ് കമ്പനി. അപ്പോ എന്തായാലും ഡോക്ടർ സനിയാസ് ബാക്ക് ടു ബാലൻസ് ഇനി നമുക്ക് ചികിത്സ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ഇവരും പറഞ്ഞു. ഇവർ മാറ്റി. അപ്പൊ നിങ്ങൾക്ക് മാറ്റാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ അടുത്ത് വരാം. അപ്പൊ വീണ്ടും നല്ല 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 ചികിത്സ. അതുപോലെ നിങ്ങൾ പലപ്പോഴും പറയുന്നുണ്ട് അഫോർഡബിൾ അല്ല. അതൊന്നുമല്ല. നിങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ എന്തുണ്ടെങ്കിലും നമ്മളോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അതിന്റെ പൈസ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് തരും. അപ്പൊ നിങ്ങളുടെ ഹെൽത്ത് ഞങ്ങളുടെ കൈകളിലാണ്. യുവർ ഹെൽത്ത് ഈസ് അവർ പ്രയോറിറ്റി. നിങ്ങളുടെ ഹെൽത്ത് ആണ് നമ്മുടെ പ്രയോറിറ്റി. അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ഒരു പോഡ്കാസ്റ്റുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ. സീ യു. താങ്ക് യു സോ മച്ച്.